ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ മുഖം രക്ഷിക്കാൻ ശ്രമിച്ച CPM ആരോപണമുന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ നേതൃയോഗം ചേരുന്നു. ഒരു പൈസ പോലും നഷ്ടമായിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. തെളിവെല്ലാം പാർട്ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കുഞ്ഞികൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നടപടി ഉറപ്പായതോടെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. പാർട്ടി വിഷയത്തിൽ തീർക്കുന്ന പ്രതിരോധം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ഘട്ടങ്ങളിലായാണ് താൻ വിഷയങ്ങൾ ഉന്നയിച്ചത്. അതിൽ 2022 ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നത്. അതിൽ പാർട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് താൻ അംഗീകരിച്ചിട്ടില്ല, കൃത്യമായ തെളിവുകൾ കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തെ വിഷയമാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ടതും ഒപ്പം പയ്യന്നൂരിൽ സഹകരണ സംഘം ഒരു ഭൂമി വാങ്ങിയതും. ഈ വിഷയത്തിൽ TI മധുസൂദനെതിരെ ഫോട്ടോ സഹിതം താൻ തെളിവുകൾ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ വരെ അംഗീകരിച്ചെന്നും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ സംഭാഷണത്തിൽ അവർ തന്നോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നുണ്ട്, നേതാക്കൾക്കാർക്കും അത് തുറന്നു പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു പരസ്യ പ്രതികരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്കും നടത്താൻ കഴിയില്ല. കാരണം ഈ പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകൾ പാർട്ടി നേതൃത്വത്തിലും താഴെയുമുണ്ട്. പക്ഷെ നേതൃത്വത്തിലുള്ളവർക്ക് അത് പരസ്യമായി പറയാനിപ്പോൾ കഴിയില്ല. തളിപ്പറമ്പ് മുൻ MLA-യും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ CKP പത്മനാഭനെതിരെ പാർട്ടി സ്വീകരിച്ചത് തെറ്റായ നടപടിയാണ് എന്നും അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. തനിക്ക് അദ്ദേഹത്തിനെതിരായ നടപടി ബോധ്യപ്പെട്ടില്ല, പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടനുസരിച്ച് താനും നടപടിക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സങ്കടമുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾ പാർട്ടിയെ തിരുത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ രക്തസാക്ഷി ഫണ്ടിൽ ഒരു തരത്തിലുള്ള ക്രമക്കേട് നടന്നില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടിയായിരിക്കും ഇക്കാര്യത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഗുരുതര ആരോപണവുമായി BJP രംഗത്തു വന്നു. ധനരാജിന്റെ കൊലപാതകത്തിൽ BJPക്കോ RSSനോ പങ്കില്ല. ധനരാജ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് മധുസൂദനുമായി തെറ്റിയിരുന്നുവെന്നും ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. പ്രതികളാക്കപ്പെട്ടത് RSSന്റെ BJPയുടെ പ്രവർത്തകന്മാരാണ്. ധനരാജും മധുസൂദനും അവർ തമ്മിലുള്ള ബന്ധം തകർന്നതിന് ശേഷമാണ് ധനരാജ് കൊല്ലപ്പെടുന്നത്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിഷയം UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. TP ചന്ദ്രശേഖരന് സംഭവിച്ചത് അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കും. അക്രമകാരികൾക്കെതിരായി നിയമപരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ആ യോഗത്തിലാകും അച്ചടക്ക നടപടി സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.